സ്വകാര്യ മേഖലയിൽ ഉൾപ്പെടെ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 16ാമത് ദേശീയ റോസ്ഗാർ മേളയിലൂടെ 51,000-ലധികം പേർക്ക് നിയമന ഉത്തരവുകൾ കൈമാറുന്ന ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ 11 വർഷത്തിനുള്ളിൽ രാജ്യം എല്ലാ മേഖലകളിലും പുരോഗതി കൈവരിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിപ്രായപ്പെട്ടു. ഇന്ത്യയുടെ ജനാധിപത്യവും യുവജനശക്തിയും ഇന്ന് ലോകം അംഗീകരിക്കുന്നു. ലോകബാങ്ക് പോലുള്ള പ്രധാന ആഗോള സ്ഥാപനങ്ങൾ ഇന്ത്യയെ പ്രശംസിക്കുന്നു. ലോകത്തിലെ ഏറ്റവും ഉയർന്ന സമത്വമുള്ള മുൻനിര രാജ്യങ്ങളിൽ ഇന്ത്യ സ്ഥാനം പിടിക്കുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പ്രതിരോധ നിർമ്മാണത്തെക്കുറിച്ച് ധാരാളം ചർച്ചകൾ നടക്കുന്നുണ്ട്. രാജ്യത്തെ പ്രതിരോധ ഉൽപാദനം 1.25 ലക്ഷം കോടി രൂപ കവിഞ്ഞതായും അദ്ദേഹം പറഞ്ഞു. डिफेंस, फार्मा, डिजिटल टेक्नोलॉजी, एनर्जी, रेयर अर्थ, मिनरल्स, ऐसे कई सेक्टर्स में हुए समझौतों से भारत को आने वाले दिनों में बहुत बड़ा फायदा होगा. അടുത്തിടെ അംഗീകരിച്ച എംപ്ലോയ്മെന്റ് ലിങ്ക്ഡ് ഇൻസെന്റീവ് സ്കീമിലൂടെ സ്വകാര്യ മേഖലയിൽ പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിലും സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. ഇതിനായി ഗവൺമെന്റ് ഏകദേശം 1 ലക്ഷം കോടി രൂപ ബജറ്റിൽ അനുവദിച്ചിട്ടുണ്ട്. പദ്ധതിയിലൂടെ ഏകദേശം 3.5 കോടി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ സഹായിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ന് ഇന്ത്യയുടെ ഏറ്റവും വലിയ ശക്തികളിൽ ഒന്ന് നമ്മുടെ നിർമ്മാണ മേഖലയാണ്. നിർമ്മാണ മേഖലയെ ഉത്തേജിപ്പിക്കുന്നതിനായി ഈ വർഷത്തെ ബജറ്റിൽ മിഷൻ മാനുഫാക്ചറിംഗ് പ്രഖ്യാപിച്ചതായി പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. സമീപ വർഷങ്ങളിൽ മെയ്ക്ക് ഇൻ ഇന്ത്യ ക്യാമ്പയിൻ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. ഇലക്ട്രോണിക്സ്, മൊബൈൽ ഫോൺ നിർമ്മാണം, പ്രതിരോധ നിർമ്മാണം എന്നീ മേഖലകളിൽ വലിയ വളർച്ച കൈവരിച്ചതായും പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്തുടനീളമുള്ള 47 സ്ഥലങ്ങളിലാണ് 16ാമത് റോസ്ഗാർ മേള നടന്നത്. കേന്ദ്ര സർക്കാർ മന്ത്രാലയങ്ങളിലും വകുപ്പുകളിലുമാണ് നിയമനങ്ങൾ നടക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.